അങ്ങനെ ദേവ്യാനിയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ജാനകിയും ജലജയും അനാമികയും ഒക്കെ എത്തിയിട്ടുണ്ട്. ജയൻ ആദർശിനെ ചോദിക്കുന്നുണ്ട്, മോനെ കുറെ സമയമായല്ലോ, ഓപ്പറേഷന് പറഞ്ഞ സമയം കഴിഞ്ഞു, ഡോക്ടേഴ്സിനൊന്നും പുറത്തോട്ട് കാണാനുമില്ല. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇത് വലിയ സർജറി അല്ലേ, കുറച്ച് സമയം എടുത്തെന്ന് വരും. നയനയുടേതുപോലെ അത്ര പെട്ടെന്ന് കഴിയില്ല ഇത്. എന്നാലും എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ. അച്ഛൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഡോക്ടർ ഇപ്പൊ വരും. അതേസമയം തന്നെ കുറച്ച് മാറിയിട്ട് ജാനകിയും ജലജയും അനാമികയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ജാനകി ഏട്ടത്തിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് മണിക്കൂറുകളായില്ലേ, ഇതുവരെ കഴിഞ്ഞില്ലേ? അതെ, ഞാനും ഇപ്പൊ അത് ആലോചിക്കുന്നത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അമ്മേ വല്യമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം കാണോ? ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കാതെ മോളെ, ഏട്ടത്തി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്നാലും ഏട്ടന്റെ ആദർശിന്റെ ആ ഇരിപ്പ് നോക്കിയേ, എത്ര സമയമായി ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാത്തിനും ആ നയനെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നത്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്നാലും ഞാൻ അവളെയാണല്ലോ ഇത്രയും കാലം വിശ്വസിച്ചത്, അവൾ എന്തിനു ഏട്ടത്തിയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത്? അതേസമയം തന്നെ അനാമിക പറയുന്നുണ്ട്, ദേ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ കണ്ട പാടത്തേനെ ഡോക്ടർ അടുത്തേക്ക് പോവാണ് ആദർശും ജയനും. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പൊ ജയൻ പറയുന്നുണ്ട്, എന്താ ഡോക്ടർ ഒന്നും പറയാത്ത, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, അത് ഒന്നും പറയാനായിട്ടില്ല, ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ട് കഴിഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നു. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ഡോക്ടർ എന്താ ഡോക്ടർ, ഒന്ന് തെളിയിച്ച് പറ, നിങ്ങളോട് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ഐ ആം സോറി, ദേവി എനിക്ക് ബോധം വന്നാലേ എനിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനാകൂ. നിങ്ങൾക്ക് തന്ന പ്രതീക്ഷ ഞാൻ തിരിച്ചെടുക്കുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ഇനിയെല്ലാം ഈശ്വരന്റെ കയ്യിലാ, നന്നായിട്ട് പ്രാർത്ഥിക്കൂ. ആദർശിനാകെ സമനില തന്നെ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഡോക്ടർ അവസാന നിമിഷം വെച്ച് ഇങ്ങനെ പറയരുത്, ഡോക്ടർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം. ഡോക്ടർക്ക് പണമാണ് ആവശ്യമെങ്കിൽ അത് എത്ര വേണമെങ്കിലും തരാം, എൻ്റെ അമ്മയെ രക്ഷിക്കണം. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ആദർശ് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാകും, അതുകൊണ്ടാണ് നിങ്ങൾ പരിസരം പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും എനിക്ക് തിരിച്ചറിയാം. ഞാൻ ഒരിക്കലും പണം കൊടുത്തല്ല ഒരു ജീവൻ രക്ഷിക്കുന്നത്, അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുമില്ല. പണം ഉണ്ടായതുകൊണ്ട് ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ? ആ പണം കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതേ ചെയ്യാൻ പറ്റൂ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ആദർശ്, ഇപ്പോഴും സാധ്യത നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. ഓപ്പറേഷന് ചില ബുദ്ധിമുട്ടുകളുണ്ടായി, സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുള്ളതല്ല. എന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യൂ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഡോക്ടർ എന്തെന്ന് വെച്ചിട്ടാ ഡോക്ടർ വെയിറ്റ് ചെയ്യുന്നത്? എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ? എന്താ ആദർശ്, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും, പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കാണണമെന്ന് പറഞ്ഞാ സോറി ആദർശ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദേവ്യാനി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നത് തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ നടത്തിയ ഓപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷകളൊന്നും കൈവിടാതെ കാത്തിരിക്കാം. അതേസമയം തന്നെ ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഡോക്ടർ എന്താ പറഞ്ഞേ? എന്നാൽ മറുത്തൊന്നും പറയാതെ ആദർശും ജയനും വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഏട്ടാ ഇപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്? അതേസമയം തന്നെ അജയനും അനിയും ഓടിയെത്തുന്നുണ്ട്. അജയൻ പറയുന്നുണ്ട്, ഏട്ടാ ആദർശ് എന്തു പറ്റിയിട്ടാ? ഇളയച്ചാന്നും പറഞ്ഞ് ആദർശ ഇളയച്ചനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ അജയൻ പറയുന്നുണ്ട്, ഏട്ടാ എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് തുറന്നു പറ. ജാനകി, എനിക്കൊന്നും അറിയില്ല, ഏട്ടനോട് ചോദിച്ചിട്ട് ഏട്ടനൊന്നും പറയുന്നുമില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, ആദർശേട്ടാ എന്തെങ്കിലും ഒന്ന് പറയാ ആദർശേട്ടാ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അമ്മയുടെ ഓപ്പറേഷനൊക്കെ സക്സസ് ആയി, പക്ഷേ അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ പറയാനായിട്ടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ അജയൻ പറയുന്നുണ്ട്, ഈശ്വര എന്തൊക്കെയാ ഉണ്ടാകുന്നത്? മലയിട്ട് പ്രാർത്ഥിച്ചിട്ടും നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് ആദർശ് പറയുന്നത് കേട്ടിട്ട് ജലജ വെറുതെ ഇങ്ങനെ വാവിട്ട് കരയാൻ നോക്കാട്ടോ. അയ്യോ എന്റെ ഏട്ടത്തി. അപ്പൊ അജയൻ പറയുന്നുണ്ട്, ദേ ജലജെ നീ ഒന്നും മിണ്ടാതിരുന്നേ, ഏട്ടത്തിക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഇത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻഭാഗമാ, ഇവിടെ നിന്ന് കരയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് മിണ്ടാ നിൽക്ക്. ഏട്ടൻ വിഷമിക്കാതിരിക്കും, ഏട്ടത്തിക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, അതേ വല്ലിച്ച, വല്യമ്മയ്ക്ക് ഒന്നും ഉണ്ടാകില്ല. അപ്പൊ അജയൻ പറയുന്നുണ്ട്, അനി നീ ഇവരുടെ അടുത്ത് നിൽക്ക്, ഞാൻ അന്ന് ഡോക്ടറെ പോയി കണ്ടാട്ടെ. അച്ഛാ ഞാനൂടി വരട്ടെ? വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ഇതും പറഞ്ഞ് അജയൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അജയന് ഡോറ് തുറക്കുന്നുണ്ട്. ഡോക്ടർ, ആ വരൂ. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് എൻ്റെ ഏട്ടത്തിയാ. അറിയാം, ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, ഏട്ടത്തിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അത് ഞാൻ അവിടെ പറഞ്ഞതാണല്ലോ. എന്നാലും ഡോക്ടർ അവരാകെ വിഷമത്തിലാ. പിന്നെ വ്യക്തമായിട്ട് എന്താണെന്ന് അറിയാമെന്ന് കരുതിയാ ഡോക്ടറെ കാണാൻ വന്നത്. സത്യം പറയാലോ, ഞാൻ ഇതുവരെ കഴിഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും അല്ല ഓപ്പറേഷൻ നടന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും ഈ വിഷം ഉള്ളിലെത്തിയത്? അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചില്ലേ? എന്തായാലും അയാളെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതല്ല. പിന്നെ ആരാ ഈ ചതി ചെയ്തത്? നിങ്ങൾ അതൊന്നും അന്വേഷിച്ചില്ലേ? അത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറിയിട്ട് എന്തെങ്കിലും തീരുമാനിക്കാന്ന് കരുതിയതാ. എന്നാൽ കാര്യങ്ങൾ ദിവസം കൂടും വഷളാവുകയാ. എന്നാലും അത് കേസാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം കൊടും വിഷമാണ് ആ പേഷ്യന്റിന്റെ വയറ്റിൽ ചെന്നെടുക്കുന്നത്. എന്തായാലും ആള് കൊല്ലാൻ നോക്കിയതാന്നുള്ള കാര്യം ഉറപ്പാ. കാരണം ഓപ്പറേഷൻ ചെയ്തപ്പോഴാ അത്രയ്ക്കും ദയനീയ അവസ്ഥയാ ദേവേനയുടേത്. എന്നാലും ഞാൻ അവർക്ക് പ്രതീക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ.
സമയമുണ്ടല്ലോ. ദേവ്യാനിക്ക് ബോധം വന്നാൽ നമുക്കൊരു തീരുമാനം പറയാം. എന്നേക്കാൾ പേടിയില്ല നിങ്ങൾക്ക് പ്രതീക്ഷ തന്ന ഡോക്ടർ എലിസ. അവരെന്നെ വിശ്വസിച്ച ഈ കാര്യം എന്നെ ഏൽപ്പിച്ചത്. പിന്നെ പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല ജീവനെന്ന് പറയുന്നത്. പണം കൊണ്ട് പല ഡോക്ടർമാരെയും സ്വാധീനിക്കാം. എന്നാൽ അവർക്ക് ചെയ്യാവുന്ന അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. അതിനങ്ങേപ്പുറം പണം കൊടുത്താൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഡോക്ടർ, അപ്പോൾ പ്രതീക്ഷയില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? അങ്ങനെയല്ല പറഞ്ഞത്. ഇനി നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ കിടക്കുന്ന പേഷ്യന്റിന് വേണ്ടി. നിങ്ങൾക്ക് മലയ്ക്ക് പോകാൻ മാലയിട്ടതല്ലേ. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും കേൾക്കാതിരിക്കില്ല. ശരി ഡോക്ടർ. ഇതും പറഞ്ഞ് അജയൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അജയന് ജയന്റെ ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജയനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, ഏട്ടൻ അങ്ങനെ എവിടെയും പതറിപ്പോകുന്നതല്ലല്ലോ. ഏട്ടത്തിക്ക് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടല്ലേ വരുന്നത്. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഏട്ടത്തിക്ക് ബോധം വന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂന്ന് പറഞ്ഞു. ജയ, എത്രയൊക്കെ പറഞ്ഞാലും സത്യം സത്യമല്ലാതിരിക്കൂ. ഞാൻ 100 തവണ ദേവ്യാനോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ തൊട്ട് കടന്ന കളികളൊന്നും കളിക്കരുതെന്ന്. എന്നാ ഇതൊക്കെ ഇപ്പം അയാൾ ചോദിച്ച് വാങ്ങിയതല്ലേ. എല്ലാവരും നോക്കുന്നു. ആദർശൻ, നീയും ഇങ്ങനെ ആയാലോടാ. നയനമോൾ ഒരു ഭാഗത്ത് കിടക്കുക. വന്നപ്പത്തേനും ഞാൻ കയറി കണ്ടു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞില്ലെന്നാ ചോദിച്ചത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ചെറിച്ച എന്നിട്ട് നയനോട് എന്തെങ്കിലും പറഞ്ഞോ? എങ്ങനെയാ മോനെ ഞാൻ പറയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ജയൻ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട ജയ. ആ കുട്ടിക്ക് അത് താങ്ങില്ല. പിന്നെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏത് സമയം കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുക ജലജി, അനാമികയും ജാനകിയും ഒക്കെ. പിന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയും ഉണ്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്നാൽ ഈ നയന എവിടെ പോയി? ഏട്ടത്തിക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഇവിടെ 7 അകലത്ത് പോലും കാണുന്നില്ല. കിട്ടിയ ചാൻസിനെ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമായിരിക്കും. അതെ, അല്ലാതെന്ത്. ഇടയ്ക്ക് ആ കനകദുർഗയും മോളും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അനിമോനെ കാണാൻ വേണ്ടിയിട്ട്. അനിയവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടേ ആ നന്ദു അവിടുന്ന് പോയതാ. ഏട്ടത്തിയുടെ എന്തെങ്കിലും ഒന്ന് ആവട്ടെ, ബാക്കി ഞാൻ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അനാമിക മോളെയും കൂട്ടി ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകും. ആ കനകദുർഗയും പിന്നെ അറ്റാക്ക് വന്നെന്ന് കള്ളം പറഞ്ഞെടുക്കുന്ന അയാളെയും അയാളുടെ വീടിന് മുന്നിലിട്ട് ഞാൻ നാണം കെടുത്തു. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാ ജാനകി വേണ്ടത്. അപ്പൊ ജലജ പറയുന്നുണ്ട്, അല്ല അനാമിക കുറെ നേരമായാലും മാറി ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. ദേവ്യാനിക്ക് എന്താ ഉണ്ടായതെന്ന് അറിയണ്ടേ. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.